താങ്കളെക്കുറിച്ച് വായിക്കുന്നില്ല. ഒരുപാട് ഇപ്പോൾ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഒരുപാട് മലയാളികൾ താങ്കളെ അടുത്തറിയുന്നതും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുക. അതിന് മുൻപ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടി മലയാളികൾക്ക് താങ്കളെ മനസ്സിലാക്കി തുടങ്ങിയത് ആ സമയത്താണ്. എങ്ങനെയുണ്ടായിരുന്നു വയനാട്ടിലെ ഒരു അനുഭവം? കാരണം കേരളത്തിൽ വന്ന് താങ്കളുടെ ഒരു സേവനം മലയാളികൾക്ക് വേണ്ടി അർപ്പിക്കുക എന്നൊരു നിമിഷം കൂടിയായിരുന്നല്ലോ അത്. ഒരു ഞാൻ അന്ന് പറഞ്ഞ പോലെ ഒരു HIDR ഓപ്പറേഷൻ്റെ ഭാഗമായാണ് നമ്മുടെ എത്തിയത് അവിടെ. അപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവിടെ നിന്ന് നമ്മൾ പോകുമ്പോൾ നമുക്ക് വി വെർ ആക്ച്വലി ക്ലൂലെസ് അവിടെ എന്താണ് നടക്കുന്നത്. ബട്ട് വൺസ് വി റീച്ച് ദെയർ, വിത്തിൻ അവേഴ്സ് അവിടുത്തെ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാനും ആ ഒരു കാര്യങ്ങളെ കൺട്രോളിൽ കൊണ്ടുവരാനും നമുക്ക് കഴിഞ്ഞു. സോ കോപ്പറേഷൻ വിത്ത് സിവിൽ മിലിറ്ററി വാസ് എക്സലൻറ്റ് in Wayanad, and I could see excellent operation of this നമ്മുടെ പോലീസ് ആൻഡ് അതർ ഓർഗനൈസേഷൻ്റെ വളരെ നല്ലൊരു പ്രവർത്തനമാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്, എസ്പെഷ്യലി NDRF ആൻഡ് വോളണ്ടിയേഴ്സ്. അത് നമുക്ക് ഈ പല വിധത്തിലുള്ള ആർമിക്ക് ഒരുപാട് രക്ഷാപ്രവർത്തി യുദ്ധത്തിനപ്പുറത്ത് ഒരുപാട് ഇത്തരം സാമൂഹ്യ സേവനപരമായ പ്രവർത്തനങ്ങളിലൊക്കെ പലപ്പോഴും ഏർപ്പെടേണ്ടി വരാറുണ്ടല്ലോ. അപ്പോൾ അതിനെ എങ്ങനെയാണ് അത് ഏറ്റെടുക്കുന്നതും അതിലേക്ക് കടന്നു ചെല്ലുന്നതും ഒക്കെ? ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സ്, ബേസിക്കലി ആർമി, നേവി ഓർ എയർഫോഴ്സ് ഓർ കോസ്റ്റ് ഗാർഡ് ഫോർ ദാറ്റ് മാറ്റർ, നമ്മൾ ഓപ്പറേഷൻ പോകുന്നത് വിത്ത് ദ റിക്വസ്റ്റ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്. അവരുടെ റിക്വസ്റ്റ് നമ്മളിൽ എത്തുമ്പോഴാണ് നമ്മൾ ഇത്തരം ഓപ്പറേഷൻസ് സാധാരണ അണ്ടർടേക്ക് ചെയ്യാറുള്ളത്. ഫോർ ദാറ്റ് മാറ്റർ എവറി ഓർഗനൈസേഷൻ ഈസ് ഫുള്ളി പ്രിപ്പയർഡ് ഫോർ എനി കണ്ടിൻജൻസീസ്. അത് എന്താണെങ്കിലും വി ആർ പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ഈ കേരളത്തിന് താങ്കളുടെ സേവനം നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ കേരളത്തിലേക്കൊക്കെ ഒന്ന് വന്ന് കൂടുതലായി ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? കാരണം ഒരുപാട് ആർമിക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ നമുക്കും ആവശ്യമുണ്ട് പ്രധാനമായിട്ടും. ഡെപ്യൂട്ടേഷൻ, യെസ്, ഇഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടെങ്കിൽ, ഇഫ് ദേ ആർ ഓഫറിംഗ്, വൈ നോട്ട്, ഐ ലവ് ടു. കേരളത്തിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഒരുപാട്. യെസ് യെസ്. ഏതൊക്കെ സ്ഥലങ്ങളിൽ ഇതിനകം സർവീസുമായിട്ട് ബന്ധപ്പെട്ട് യാത്ര ചെയ്ത് സേവനം നടത്തിയിട്ടുണ്ട്? Been to North India, Congo, Kashmir obviously, and Thar, parts of Thar. 2017 ആ സംഭവമാണ് നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്നത്. ഇന്നത്തെ ആ നിമിഷങ്ങളെ ഇപ്പോഴും എങ്ങനെയാണ് അത് ഓർക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്നൊരു വികാരം എന്താണ്? Nothing, no regrets. നോ റിഗ്രറ്റ്സ്. അന്ന് ഒരു ബോംബ് വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും ആ റൂമിലേക്ക് കടക്കുകയായിരുന്നു. അന്നത്തെ ആ ഒരു അതിലൊരു റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെയാണല്ലോ ഈ വീണ്ടും ആ വെടി ഏക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. I am a soldier. We are soldiers. So, paschatapam na bhayam na, no regret, no fear.